അസ്സലാമലൈക്കും. നദിറാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ വെജിറ്റബിൾ കാർവിങ്ങും കൊണ്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ശരി തന്നെയാണ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ വെജിറ്റബിൾ കാർവിങ് കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ഓണിയൻ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സ്വാൻ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതായത് റോയൽ സ്വാൻ അല്ലെങ്കിൽ വൈറ്റ് ഓണിയൻ സ്വാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം. നല്ല അടിപൊളി ഒരു സ്വാനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള നല്ലൊരു സ്വാനല്ലേ, അപ്പോൾ നമുക്ക് വൈറ്റ് ഓണിയൻ തന്നെ എടുത്ത് അത് ഒരെണ്ണം, പിന്നെ അതിന് ബേസായിട്ട് നമുക്കിത് പൊട്ടാറ്റോ വേണം, പിന്നെ അതിന് എന്താണ് കഴുത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് റേഡിഷ് വേണം, പിന്നെ അതിൻ്റെ ചുണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ക്യാരറ്റ് വേണം. അങ്ങനെ ഉള്ള സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മതി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കട്ടിംഗ് ബോർഡ് വെച്ച് ഓണിയനെ നമുക്ക് ഹാഫാക്കിയിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ ഹാഫാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള സ്കിന്നൊക്കെ എടുത്ത് കളയാം. അതിൻ്റെ ഉണങ്ങിയ തൊലികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കളയാം. അതൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ ഇപ്പോൾ മുകളിൽ നിന്ന് തന്നെ എടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഇൻസൈഡിൽ എടുക്കാം. അങ്ങനെ എല്ലാ ലെയറും അതിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കണം. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഇങ്ങനെ എല്ലാ പീസും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യണം. ഇതിൻ്റെ ഫെദറാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ എന്താ ഇതേപോലെ സ്മോളായിട്ട് കട്ട് ചെയ്യണം. അത് വളരെ സ്മോളായിട്ട് കനം കുറച്ച് കട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഭംഗി നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കൈകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നൈഫ് വെച്ചിട്ട് ഇതുപോലെ താഴെ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യണം, ഇതുപോലെ കിട്ടണം. ഓക്കെ, എന്നിട്ട് നമ്മളത് ഐസ് വാട്ടറിൽ ഇട്ട് വയ്ക്കാം. ഇങ്ങനെ ഐസ് വാട്ടറിൽ ഇട്ട് വെച്ചാൽ ഇതെല്ലാം നല്ലതായിട്ട് വിരിഞ്ഞ് വരും. എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യാൻ ഈസി എന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്യുക. സീസർ വെച്ചിട്ടാണ് ഈസി എന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്യുക. നൈഫ് വെച്ചിട്ടാണ് ഈസി എന്ന് വെച്ചാൽ അങ്ങനെയും കട്ട് ചെയ്യുക. എങ്ങനെ ആയാലും ഇതുപോലെ ഷേപ്പ് കിട്ടിയാൽ മതി. ഇതുപോലെ ഉണ്ടാക്കാം എല്ലാതും. സെൻറ്റർ മുറിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് വേഗം കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ 4 പീസാക്കേ, അപ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് വേഗം കട്ട് ചെയ്യാൻ പറ്റും. ആണ് ഞാൻ പറഞ്ഞ പലർക്കും പല ഐഡിയകളുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ.
ഇതുപോലെ എല്ലാതും ചെയ്ത് വെക്കാം. ഫുള്ളും ചെയ്ത് വരുമ്പോൾ ഒത്തിരി ടൈം ആവില്ലേ, അപ്പോൾ ഇതുപോലെയാണ് എല്ലാതും ചെയ്യാം. ഞാൻ കുറച്ച് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, അത് ഞാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. എന്നിട്ടത് ഐസ് വാട്ടറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അല്ലെങ്കിൽ അത് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ വിടർന്ന് കിട്ടില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം ഉണ്ടാക്കി വെക്കുക. അങ്ങനെ ആദ്യം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾക്ക് പിന്നെ അതിന് ഇനി ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം സെക്കൻഡായിട്ട്. അപ്പോൾ അതിന് ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫെദറൊക്കെ അതുമ്പോൾ കുത്തി വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ വലിയതായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് യോജിപ്പിച്ച് വെക്കാം. രണ്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ യോജിപ്പിച്ചിട്ട് വെക്കുക. ഇങ്ങനെ വെച്ചാൽ മതി. അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. വലുത് ഇങ്ങനെ നല്ല ഷേപ്പിലുള്ളത് ഒരു വലുത് കിട്ടിയെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ചെറിയ സൈസൊക്കെയാണ് കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് രണ്ടെണ്ണം കുത്തി നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഇതിനെ ടൂത്ത് പിക്ക് എടുത്തിട്ട് കുത്തിയിട്ട് കണക്ട് ചെയ്യുക. അപ്പം പിന്നെ അത് വിട്ടു പോവില്ല. ഇതുപോലെ വയ്ക്കാം. ഓക്കെ, അറേഞ്ച് ചെയ്യുന്ന പാത്രം ഏതെന്ന് വെച്ചാൽ അതെടുത്ത് വയ്ക്കുക. ഇത് ഇങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കുക. ബേസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ തലയുടെ ഭാഗം ഏതെന്ന് നോക്കണം. തലയുടെ ഭാഗം ഏതെന്ന് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ വാലിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങണം നമുക്ക് ഇതിൻ്റെ ഫെദർ വെച്ച് കൊടുക്കൽ. അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ചെറുത് ആദ്യം വെച്ച് കൊടുക്കണം. വലുത് തലയുടെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. സെൻറ്റർ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നെക്കിൻ്റെ ഭാഗമൊക്കെ എത്തുമ്പോൾ ഏറ്റവും ചെറുതൊക്കെ വെച്ച് കൊടുക്കുക. ഓരോന്ന് വെക്കുമ്പോഴും നമ്മൾ ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. അതിങ്ങനെ ശ്രദ്ധിച്ച് വെച്ച് കൊടുത്താൽ മതി. ലാസ്റ്റ് നമ്മൾ ഇതൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി. ടൂത്ത് പിക്ക് കുത്തുന്നത് കാണാൻ പാടില്ല കേട്ടോ. ഇതുപോലെയാണ് എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ കംപ്ലീറ്റ് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ നമ്മളൊന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാ ഷേപ്പും കറക്റ്റാക്കി എടുക്കുക. നമുക്കറിയാമല്ലോ ഒരു സ്വാനിൻ്റെ ഒരു ഷേപ്പിൽ എല്ലാം എടുക്കുക. ഇങ്ങനെ ആക്കുക. കണ്ടോ? ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇനി ഇതിന് നമുക്ക് കഴുത്തുണ്ടാക്കണം, നെക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. കണ്ടോ? എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി ചുണ്ട് വയ്ക്കണ്ട. ഇനി നമുക്കൊരു പീസ് എടുക്കാം. ഇതുപോലുള്ളൊരു പീസ് എടുക്കുക. ഇതുപോലൊരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ വെച്ച് നോക്കുക, കറക്റ്റായോ ഇല്ലേ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. കണ്ടോ? ശരിക്കും ഇതുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ചുണ്ടിൻ്റെ സൈഡൊക്കെ ഒന്ന് ശരിയാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ സൈഡും
ഈ സൈഡ്. ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് ഇതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ കുത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിന് കണ്ണൊക്കെ വയ്ക്കണ്ടേ. കണ്ണിൻ്റെ സ്ഥാനത്ത് 2 ഗ്രാമ്പ് എടുത്ത് കുത്തി കൊടുക്കുക. 2 കണ്ണ് വെച്ചു. അതിന് ശേഷം ഇത് ഫിറ്റ് ചെയ്തു. കണ്ട, ഇതുപോലെ ഇരിക്കും. ഇനി നമ്മൾക്കിതിനെ ഇവിടെ ഫിറ്റ് ചെയ്യണം. അതിന് നമുക്കൊരു ടൂത്ത് പിക്ക് എടുക്കാം. സെയിം തന്നെ ടൂത്ത് പിക്ക് എടുത്ത് ഇവിടെ കുത്തി കൊടുക്കും. ലാസ്റ്റ് ഫിനിഷിങ് വർക്കായിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ അവിടെയുള്ളൊക്കെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് ലാസ്റ്റ് നമുക്ക് കിട്ടുക. ഇതുപോലെ കിട്ടും, കണ്ട. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് വളരെ ഈസി. നീ കാണുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ തിരക്കൊന്നുമില്ലാതെ സമാധാനത്തിൽ ചെയ്യുമ്പോൾ വേഗം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു ഓണിയൻ എടുക്കുക, കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾക്ക് അതിന് ബേസ് ആയിട്ട് ഉണ്ടാക്കുക. ബേസ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ സ്റ്റെപ്പ് ഓരോന്നും ഞാൻ ശരിക്കും പറഞ്ഞു തന്നിട്ടില്ല. അതുപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ നെക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഷേപ്പുള്ളത് നോക്കി മേടിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അത് ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഷേപ്പ് ചെയ്ത് അതുപോലെ തലയൊക്കെ കുറച്ച് ഇതുപോലെ വലിപ്പത്തിലൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഷേപ്പുള്ളത് നോക്കി നമുക്ക് മേടിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു റോയൽ സ്വാനായി. കണ്ടില്ലേ? അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടാതെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഞാൻ മുന്നോട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.